ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് അഡ്വൈസ് സ്വീകരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെയോ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരെവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് പ്രവൃത്തി പരിചയം, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാലേ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അപ്പോൾ അവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കാനും നമ്മളെപ്പോഴും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചെല്ലുമ്പോഴും നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മളോരോ പ്രോബ്ലത്തിൽ പെടുന്നത്. അപ്പം ഞാനിപ്പം നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നതും ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചാണ്, ഇന്നത്തെ പ്രോസ്റ്റേറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചാണ്. അപ്പം എൻ്റെ ക്വാളിഫിക്കേഷൻസും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം ബേസിക്കലി ഞാൻ MBBS കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എടുത്തത്. 1981 ബാച്ചാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് PG ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MD ചെയ്തു. അത് കഴിഞ്ഞ് ബേസിക്കലി റീപ്രൊഡക്റ്റീവ് മെഡിസിനിലാണ് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനിങ്ങുകളൊക്കെ ചെയ്ത്, അതിനുശേഷം ഗവൺമെൻറ് സർവീസിലായിരുന്നു. പിന്നെ ഒരു 97 ആയപ്പോഴേക്കും റിസൈൻ ചെയ്തിട്ട് കൺസൾട്ടൻ്റായിട്ട് ലൈഫ് കെയർ സെൻറ്ററിൽ പ്രാക്ടീസ് ചെയ്യുന്നു. എറണാകുളത്ത് തേവരയാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.